ഏറ്റവും വെറുപ്പിക്കുന്ന കഥാപാത്രം ആരാ? രേണുസുതി. ഇല്ല 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 കാരണം ഭയങ്കര ഓവറിങ്ങാ. അല്ല 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 മറ്റേ പുള്ളിക്കാരനില്ലേ അർജുൻ മുടി വളർത്തിയിട്ട് നവീനോ? ആ ആര്യനല്ല മറ്റേ ആര്യനാ മറ്റേ പെണ്ണു. ആ അതന്നെ അവർ രണ്ടുപേരും അതൊക്കെ എന്തിനാണൊന്നും പാടില്ല. അതൊക്കെ തെറ്റാണ്. അനുമോള് കിറ്റ് ചോദിച്ചു തന്നപ്പോ അവർ രണ്ടുപേരും കിടക്കുന്ന ദൃശ്യങ്ങൾ. വൈൽഡ് കാർഡ് എൻട്രി ഒരു എൻട്രിയാണ്. എന്താണ് മസ്താനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടുപേരും എതിരഭിപ്രായമാണല്ലോ. അടിപൊളിയാണ്. അടിപൊളിയല്ല. പിന്നെ മസ്താനിന്റെ കൂടെ വേറെ 2-3 ആൾക്കാരുണ്ടായിരുന്നല്ലോ. കണ്ടിട്ടില്ല. ഇടയിട്ട് ബിഗ് ബോസ് വെറുത്തു തുടങ്ങി. അതെ ഞാൻ റീൽസ് ഒക്കെ കാണുമായിരുന്നു. എനിക്ക് കുഴപ്പമില്ല. ആദിലെ നൂറെ അങ്ങനത്തെ എന്താ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ എല്ലാരും എതിർത്തിട്ട് അവര് ഒരുമിച്ച് ജീവിക്കുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ വലിയ മൂഞ്ചലൊന്നുമില്ല. ഏറ്റവും വെറുപ്പിക്കുന്നതിന് തോന്നിയത് അനുമോളോ? എന്താ പറഞ്ഞു? കുറച്ച് ഇതൊക്കെയാണ് വെറുതെ ഇങ്ങനെ പല സംസാരിച്ചോണ്ടിരിക്കും. പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടിട്ട് മറ്റേ ഓവർ ആക്ടിങ് ചെയ്യുന്ന തോന്നിട്ടുണ്ടോ? എല്ലാരും ഇതാക്കാൻ വേണ്ടി. പിന്നെ ആര്യനെയും ജിസേലിനൊക്കെ പറ്റി ഇതൊക്കെ പറഞ്ഞില്ലേ? എന്താ പറയാ ഇതൊക്കെ പറഞ്ഞില്ലേ? ഇങ്ങനെ ഒരുമിച്ച് കിടന്നതെന്നൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ ഇതായിട്ട് അതൊക്കെ ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇല്ല കുഴപ്പമൊന്നുമില്ല. അവരവരുടെ ട്രാക്കിൽ പോകുന്നു. പിന്നെ ഇപ്പൊ വന്ന വൈൽഡ് കാർഡ് എൻട്രീസിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? അത് കുഴപ്പമൊന്നുമില്ല. വന്നവരൊക്കെ കുഴപ്പമില്ല, നല്ലവരാണ്. ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്നവരാ? എന്തുകൊണ്ടാ? ഭയങ്കര ചീവീടിന്റെ സൗണ്ട് പോലത്തെ സൗണ്ടാണ്. പിന്നെ അപ്പാനി ശരത്ത് ഭയങ്കര വെറുപ്പിക്കലാണോ? വൈൽഡ് കാർഡ് എൻട്രീനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? കുഴപ്പമില്ല, നൈസാണ്. മസ്താൻ എങ്ങനെയാ? മസ്താനി കുഴപ്പമില്ല. എന്നാലും ഏറ്റവും വലിയ വെറുപ്പീരെന്ന് പറഞ്ഞ ആരാ? എനിക്ക് ഏറ്റവും വലിയ വെറുപ്പീര് റെനയും അപ്പാനിയായിട്ടാ തോന്നി. ഗ്രൂപ്പ് കളിയാണ്. പിന്നെ റെന ആവശ്യമില്ലാത്തതിനുള്ളിലൊക്കെ കയറി ഇടപെടുന്നുണ്ട്. അപ്പാനാണെങ്കിലും വെറുതെ അനുവിന്റെ പുറകെ മാത്രം നടന്ന് ഇറിറ്റേഷനാണ്. പിന്നെന്താ ശോകാണ്. അനുവിനെ മാത്രം കണ്ടന്റ് ആക്കി എടുത്തിട്ട് ചുമ്മാ നടക്കുന്ന, അല്ലാണ്ട് വേറൊരു കണ്ടന്റ് അവർ ഇറക്കുന്നില്ല. വെറുതെ ഇങ്ങനെ എന്താ പറയാ ചൊറയാക്കുന്നൊക്കെ പറയില്ല. അതന്നെ. ബിഗ് ബോസിൽ ആരാ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കലായിട്ട് തോന്നിയിരിക്കുന്നത്? വെറുപ്പിക്കല് ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ആര്യനോ? ആര്യൻ പറയാൻ കാരണം ആര്യൻ അങ്ങനെയല്ല, ഭയങ്കര ഷൗട്ടിങ്ങും ഒക്കെ, ഭയങ്കര ഓവർ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫീൽ ചെയ്യും. വൈൽഡ് കാർഡ് എൻട്രീനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? വൈൽഡ് കാർഡ് എൻട്രി കുഴപ്പമില്ല. അർഹരായ തന്നെയാണോ വന്നിരിക്കുന്നത്? അതിലും വെറുപ്പിക്കുന്ന ആളുകളുണ്ടോ? അതില് വെറുപ്പിക്കുന്ന അങ്ങനെ തോന്നിയിട്ടില്ല. മസ്താനിയെ കുറിച്ച് എന്താ അഭിപ്രായം? മസ്താനി വന്നപ്പോ തന്നെ രേണുവിന് കുറച്ച് ഓവറാ. ഓവറായത്? മസ്താനി ഓവറാണോ? പിന്നെ വേറെ കുഴപ്പമില്ല. എന്നാലും വെറുതെ ഷൗട്ട് ചെയ്യലുണ്ട്. വെറുതെ ഷൗട്ട് ചെയ്യും. ഇവരുടെ ഗെയിമിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തേലും അലമ്പ. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് തന്നെ മൊത്തത്തില് കൊള്ളത്തില്ല. സെറ്റാണെന്നോ കൊള്ളത്തിലാണെന്നാണോ?
കൊള്ളത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഗെയിം ഒക്കെ അടിപൊളിയായിരുന്നു, ഇപ്പൊ ഗെയിം കൊള്ളത്തില്ല. എല്ലാവരും ഭയങ്കര ക്യാരക്ടർ തന്നെ എല്ലാവരും. നമുക്ക് ഒരാളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇന്നയാൾ വിന്നറാവും എന്നുള്ള രീതി. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ആക്കാനും പറ്റില്ല. എല്ലാവരും കണക്കാന്നുള്ള രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ്. ഏറ്റവും വെറുപ്പിക്കുന്ന കഥാപാത്രം ആരാ? ഗിസൈലോ? എന്താണ് തോന്നാറോ? അത് എന്താന്ന് വെച്ചാൽ ആ ഒരു പിന്നെ മറ്റേ അവരെനിക്ക് അത്ര തോന്നിയില്ല. എനിക്ക് അനുമോളിന് അനീഷിനോട് കുറച്ചും കൂടി താല്പര്യം തോന്നിയിരുന്നു. അപ്പൊ അവര് നിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വൈൽഡ് കാർഡ് എൻട്രീസിനെ കുറിച്ച് എന്താ അഭിപ്രായം? വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ കുഴപ്പമില്ല. മസ്താനൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. വെറുപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? വെറുപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഇവരെ കുഴപ്പമില്ല, എല്ലാരും കൊള്ളാം. പിന്നെ കുറച്ചും കൂടി ദേഷ്യവും ഇതൊക്കെ തോന്നുന്നു എനിക്ക് അവരോടൊക്കെ. പക്ഷെ ഒച്ചപ്പാടും വേണം, മാക്സിമം എല്ലാവർക്കും വേണമെങ്കിലും ചെറിയ കാര്യത്തിന് വരും ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അനാവശ്യമായിട്ട് അന്ന് പണിപ്പുരയിൽ പോയപ്പോ അതെനിക്ക് തോന്നിയായിരുന്നു, ഫീൽ ചെയ്തായിരുന്നു. അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും വെറുപ്പിക്കുന്ന കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നിയ അറിയാം? പേഴ്സണലി തോന്നിയിട്ടുള്ളത് റേണയാണ്. വളരെ എന്താ പറയുക, പക്വമല്ലാത്ത രീതിയിലോട്ടുള്ള മെച്യൂരിറ്റി ആണെന്ന് തോന്നിക്കുന്ന രീതിയിലോട്ടുള്ള ഒരു പ്രതികാരം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കത്ര ഓക്കെ അല്ല. റെനക്കൊരു ജനസ്വീകാര്യത കിട്ടും തോന്നുന്നുണ്ടോ? മറ്റുള്ളവരെ അപേക്ഷിച്ച് എന്നാലും ഫൈനലിൽ വരില്ല. ഇപ്പോൾ വന്ന വൈൽഡ് കാർഡ് എൻട്രീസിനെ കുറിച്ച് എന്താ അഭിപ്രായം? വൈൽഡ് കാർഡ് അത്ര നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ലെവലിലോട്ട് അത്ര പോരാ ആരും. മസ്താനിക്കൊക്കെ അർഹതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, മസ്താനി ആ വിധവാ കാർഡൊക്കെ വന്ന സമയത്തുള്ള ഒരു ഇതല്ലായിരുന്നു പിന്നീട് കണ്ടത്. വിധവാ കാർഡ് ഇറക്കിയപ്പോൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഈ ഗിസയിൽ ആരും തമ്മിലൊരു ലവ് ട്രാക്ക് പിടിക്കുന്ന തോന്നുന്നുണ്ടോ? ഇല്ല, അവർ ട്രാക്ക് പിടിക്കേണ്ട ഒരു സമയം കഴിഞ്ഞല്ലോ. പിന്നെ അവർ ഇത്രയും ക്ലോസ് ഫ്രണ്ട്സാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി പിടിക്കുമ്പോൾ പിന്നെ അത് എത്രത്തോളം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ. ആ ലവ് ട്രാക്ക് ഇപ്പോൾ പ്യുവറായിട്ടുള്ള ലവ് ട്രാക്ക് അതിലുള്ളത് ആദിലയുടെ നൂറയാണ്. ഓൾറെഡി കപ്പിളാണ്. അതെ. അപ്പോൾ ഏതൊരു കോമ്പോയിലും ഒരു ലവ് ട്രാക്ക് ഉള്ളത് ഇപ്പോൾ ഈ ഒരു സീസണിലെ ലവ് ട്രാക്ക് അവരുടെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ ലവ് ട്രാക്ക് നമ്മൾ അതൊരു എന്താണ് ഒരു മീൻസ് വേറെ രീതിയിലോട്ട് ലവ് ഇതാണല്ലോ, നമ്മൾ കാണുന്ന ടൈപ്പ് ഓഫ് അല്ലല്ലോ. അപ്പോൾ ഇതൊരു പുതിയൊരു ലവ് ട്രാക്ക് നമ്മൾ മലയാളികൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആളുകൾക്കിടയിൽ ഒരു അറിവില്ലായ്മയുണ്ടല്ലോ ഇപ്പോൾ ഇതേപോലെയുള്ള ലെസ്ബിയനാണെങ്കിൽ ഇതുപോലത്തെ. അപ്പോൾ അതിനൊക്കെ തോന്നുന്നൊരു അതെനിക്ക് തിരിച്ചറിയലുണ്ടാവും പ്രേക്ഷകർക്ക് ഇവരെക്കുറിച്ചുള്ള സങ്കല്പത്തെക്കുറിച്ചും അവർ വിചാരിച്ചിരിക്കുന്ന പഴങ്കഥകളൊക്കെ പൊളിയാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഈ ലെസ്ബിയൻസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഹോമോ എന്നൊക്കെ പറയുമ്പോൾ സെക്സ് എന്നുള്ള തോട്ട്സ് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നതും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ. ഇപ്പോൾ അതൊരു പ്രണയത്തിൻ്റെ ഇപ്പോൾ ലെസ്ബിയൻ പ്രണയതാക്കൾ എന്നുള്ള രീതിയിലോട്ടുള്ള ഒരു മാറ്റം സമൂഹത്തിൽ അവർക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ വലിയൊരു മാറ്റമാണ്. ആരെ വെറുപ്പിക്കുന്നത്? അപ്പുറത്ത് ആരാ? ആര്യൻ അങ്ങനെ വലിയ വെറുപ്പിക്കലൊന്നുമില്ല. കാരണം അവൻ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിരുന്നു. കാണാറില്ല. അയ്യോ, അന്നേരം സംഭവം ആര്യന്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെടുന്നില്ല. ആര്യന്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെടുന്നില്ല. അത് ആരും വെറുപ്പിക്കുന്നതാണ്. അല്ല, ഇപ്പൊ ഈ വന്ന വൈൽഡ് കാർഡ് എൻട്രീസിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? കുഴപ്പമില്ല. അവര് മസ്താനിയൊക്കെ എങ്ങനെയാണ്? മസ്താനിക്ക് അർഹതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇയാളുടെ അഭിപ്രായം എങ്ങനെ മസ്താനിനെ കുറിച്ച്? കുഴപ്പമില്ല, നല്ലതാണ്. അങ്ങനെ വെറുപ്പിക്കുന്നവര് തോന്നിയിട്ടൊന്നുമില്ല. ഇല്ല. വെറുപ്പിക്കുന്നവരാണ് അനുമോൾ, ആര്യൻ. ഇപ്പൊ വൈൽഡ് കാർഡ് എൻട്രിയിൽ രണ്ടുപേര് വന്നിട്ടുണ്ടല്ലോ. 5 പേരില്ലേ? 5 പേരില്ലേ? 5 ചേട്ടൻ കണ്ടല്ലേ? ശോകം.